റഷ്യൻ സൈനിക മേധാവിയും പുടിന്റെ വലംകൈയുമായ കിർലോവിനെ വധിച്ചതിന് ശേഷം റഷ്യ ഉക്രൈനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. ഉക്രൈനെ ചുട്ടരിച്ചുകൊണ്ട് റഷ്യ ആക്രമണം തുടരുന്നു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ കീവ് അടക്കം, ഉക്രൈന്റെ തലസ്ഥാനമായ കീവ് അടക്കം 143 പ്രദേശങ്ങൾ ചുട്ടരിച്ചു റഷ്യ. 143 പ്രദേശങ്ങളിൽ ഒരേ സമയം, കീവടക്കം 143 പ്രദേശങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തി റഷ്യ. 500-ലേറെ ഉക്രൈൻ സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 650-ലേറെ വിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. 250-ലേറെ ഹെലികോപ്റ്ററുകൾ തകർത്തു. ഉക്രൈന് അമേരിക്ക നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ടും റഷ്യൻ ആക്രമണത്തെ തടയാനായില്ല. റഷ്യയുടെ സംഹാര താണ്ഡവം തന്നെയാണ് ഉക്രൈനിൽ നടന്നത്. മാത്രമല്ല, അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസി പറഞ്ഞതു പ്രകാരം സെലൻസ്കിയെ വധിക്കാൻ പ്രത്യേക സൈന്യത്തെ റഷ്യ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു. സെലൻസ്കിയുടെ സുരക്ഷ കൂട്ടാൻ ഉക്രൈൻ സൈനിക മേധാവികളോട് അമേരിക്ക ആവശ്യപ്പെട്ടു. സെലൻസ്കി ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. സെലൻസ്കിയെ കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്യുമെന്ന് പുടിൻ പറഞ്ഞിരുന്നു. കിർലോവിന്റെ വധത്തിന് പ്രതികാരമായി സെലൻസ്കിയെ തന്നെ വധിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് ഏകദേശം സത്യമായി മാറുന്നു. കീവടക്കമുള്ള 143 പ്രദേശങ്ങളിൽ ഒരേ സമയത്ത് ആക്രമണം നടത്തിയത് റഷ്യയുടെ സൈനിക ശക്തി വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഉക്രൈൻ തങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ലെന്ന് റഷ്യ തെളിയിച്ചു. ഒന്ന് പ്രതിരോധിക്കാൻ പോലും ഉക്രൈന് കഴിഞ്ഞില്ല. അതാണ് ആ ആക്രമണത്തിന്റെ പ്രസക്തി. ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. ഉക്രൈന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഉക്രൈനിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. റഷ്യ കൃത്യമായാണ് ഉക്രൈനിൽ ആക്രമണം നടത്തുന്നത്. സാധാരണക്കാരായ പൗരന്മാരെ വെറുതെ വിട്ടുകൊണ്ട് ഉക്രൈൻ സൈന്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം. കിർലോവിന്റെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പുടിൻ പറഞ്ഞിരുന്നു. കിർലോവിന്റെ വധത്തിന് പ്രതികാരമായി സെലൻസ്കിയെ തന്നെ വധിക്കുമെന്ന് പുടിൻ പറഞ്ഞിരുന്നു. പുടിൻ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. സെലൻസ്കിയെ വധിക്കാൻ പ്രത്യേക സേനയെ റഷ്യ ഉക്രൈനിൽ ഇറക്കിയിട്ടുണ്ടെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് ഉക്രൈനെ ഭയപ്പെടുത്തുന്നു. സെലൻസ്കി ഏത് നിമിഷവും വധിക്കപ്പെടാം എന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്ന് ഓർക്കണം. ഇതുവരെ അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് ഉക്രൈൻ നിലനിന്നത്. അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും പിന്തുണ ഉക്രൈന് സുലഭമായി ലഭിച്ചു. പക്ഷേ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഉക്രൈനെ സഹായിക്കുന്നതിൽ 2 അഭിപ്രായമുണ്ട്. ജർമ്മനിയും ഫ്രാൻസുമൊക്കെ ഉക്രൈനെ സഹായിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. ഉക്രൈനെ സഹായിച്ചിട്ടും അർത്ഥമില്ല എന്നത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ ഉക്രൈൻ കയറി ഒന്ന് മാന്തി, റഷ്യ കയറി മേഞ്ഞു.